ഫാം ഇന്നുള്ളത് ബേഗൂർ കർണാടക ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൈസൂരിന് ഗുണ്ടൽപേട്ടിന്റെ ഇടയുള്ള നേരത്തെ വീഡിയോ ചെയ്തില്ലേ. ഇവിടെ നമ്മളൊരു 14 പേര് കൂടിയ വാങ്ങിച്ച ഒരു 10 ഏക്കർ തോട്ടം. ഇതിൽ മാവ്, ചിക്കു എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട്. ഇപ്പം മാവ് ഫ്ലവറിങ് ആയിട്ടുണ്ടോ. രത്നഗിരി ആപ്പൂസ് എന്നുള്ള വെറൈറ്റിയാണ് നേരത്തെ ഫ്ലവറിങ് ആവും. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്രാവശ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലവറിങ്ങിന്റെ മുമ്പ് തന്നെ തുരിശുന്നൂറും നമ്മളെ COC എന്ന് പറഞ്ഞ സാധനം സ്പ്രേ ചെയ്യാണ്. അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഈ പൂക്കൽ ഫുള്ള് ഒരു വെള്ളപ്പൊടി വരും. അപ്പോൾ പിന്നെ ആ സമയത്താണ് പൂത്തതിന് ശേഷമാണ് ഞങ്ങൾ സാധാരണ മെഡിസിൻ ആഡ് ചെയ്യല്. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ ഇത് 2-3 മാവേ ഇങ്ങനെ പൂത്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഈ ഇലന്റെ മുകളിൽ നിന്ന് തണ്ടിന്റെ മുകളിൽ നിന്നാണ് പൂക്കലിലേക്ക് ഇത് വ്യാപിക്കുക. അതുകൊണ്ട് നേരത്തെ ഇലന്റെ മുകളിലൊക്കെ ഉള്ള ഫംഗസിനെ ഒഴിവാക്കി ചെയ്യുക. പിന്നെ മാവ് പൂത്ത് ഉടനെ നമ്മൾ മരുന്ന് ആഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പോളിനേഷൻ ആവാൻ ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നേരത്തെ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് അടിച്ചു നോക്കാണ്ടി നേരത്തെ കൊടുക്കാൻ മരുന്നുകൾ. പിന്നെ പലർക്കും ഒരു സംശയമുണ്ട്, കർണാടക വന്ന് ഇങ്ങനെ പ്ലാന്റേഷനും കാര്യങ്ങളും കൃഷിയൊക്കെ ചെയ്താൽ ഭയങ്കര പ്രശ്നമായി പോകും. എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാഡ് കമൻറ്റുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, മൈനസ് മാത്രം. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇഷ്ടംപോലെ ഭൂമി വാങ്ങി കൃഷി ചെയ്യുന്ന കർഷക സംഘടനകൾ വരുന്നുണ്ട്. വാഴക്കൃഷിയാണെങ്കിലും എന്ത് കൃഷിയാണെങ്കിലും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്നും ചെയ്യാത്ത ആൾക്കാരില്ലേ വെറുതെ കുത്തിരിക്കുന്നത്. അവർക്ക് ഫേസ്ബുക്കിൽ മാത്രമേ ആക്റ്റീവ് ആയിക്കുള്ളൂ, ജീവിതത്തിൽ ആക്റ്റീവ് ആവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളി. വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, കച്ചവടമല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം കേരളത്തിനേക്കാളും കൂടുതലും ബിസിനസ് ചെയ്യാനും കൃഷി ചെയ്യാനും പറ്റിയ സ്ഥലം കർണാടകയാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. മാവിൻ്റെ വെള്ളം ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മാവ് ക്ഷീണിച്ചാണ്ട് ഇലകളൊക്കെ ഇങ്ങനെ ക്ഷീണിക്കുമ്പോഴാണ് ഫ്ലവറിങ് ആവുക. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മാങ്ങ ഉണ്ണി വിരിഞ്ഞ് കുറച്ചാകുമ്പോഴത്തിന് വെള്ളം കൊടുക്കുകയും ചെയ്യും. പിന്നെ നല്ല ഹെൽത്തിയായി. ഇത് ആപ്പൂസിന്റെ പ്ലാന്റേഷനാണ്. ഇത് കണ്ടില്ല, ഒക്കെ പ്രൂൺ ചെയ്ത് സെറ്റാക്കി വളമൊക്കെ ചെയ്ത മാവുകളാണ്. ഉണ്ടോ, ഇത് ഇപ്പുറത്ത് കണ്ടത് മല്ലികയാണ്. ഇത് മല്ലികന്റെ പ്ലാന്റേഷനാണ്. ഇത് 3-6 വെച്ചാണ് കേട്ടോ ഐഡൻസിറ്റി ഫാമിങ്. മല്ലിക ഏകദേശം ഡിസംബർ ജനുവരിയിലൊക്കെയാണ് പൂക്കുക. ജൂലൈ ജൂൺ ആ റേഞ്ചിലാണ് നമുക്ക് മാങ്ങ കിട്ടല്. ആപ്പൂസ് മിക്കവാറും അടുത്ത മാസം തന്നെ ഫ്ലവറിങ് ആവും. പിന്നെ ഞങ്ങൾ അടിയിൽ കൾട്ടാറും ബോറോൺ ഇങ്ങനത്തെ ബൂസ്റ്ററൊന്നും കൊടുക്കാത്തതുകൊണ്ട് പല സമയത്താണ് നമ്മളെ മാവ് പൂക്കൽ. സാധാരണ ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സമയത്ത് പൂക്കും. ആ സമയം അങ്ങനെ ആകുമ്പോൾ ഇപ്പം മരുന്ന് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ പല സമയത്ത് പൂക്കുന്നുണ്ട്. ഞങ്ങൾക്കത് മതി. നമ്മൾ 14 പേരാണുള്ളത്. അവർക്ക് പിന്നെ ബിസിനസ് അല്ല അത് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഒരുപാട് വെറൈറ്റി മാവുണ്ട് കേട്ടോ. ഈ മാപ്പസന്ന് മുതൽക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. പപ്പായ ഉണ്ട്, എല്ലാം ഉണ്ട്. മരുന്നടിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, മാവ് പൂത്താണ്ടില്ലേ. ഇത് ആപ്പിൾ റുമേനിയ എന്ന വെറൈറ്റിയാണ്. ഇവിടെ പൂത്ത് പിന്നെ നാട്ടില് ഫുള്ള് കൊഴിഞ്ഞു പോയതാ മഴ പെയ്തിട്ട്. ഇത് പൂത്ത് ഉണ്ണി വിരിഞ്ഞുണ്ടോ ആപ്പിൾ റുമേനിയ. ഇത് മരുന്നടിക്കുന്ന കണ്ടോ, സ്പ്രേ ചെയ്യുന്ന. ഇത് മല്ലികന്റെ ഹെവി പ്ലാന്റ്, വലിയ പ്ലാന്റ് ആണ്. ഇപ്പോൾ മോട്ടർ വെച്ചിട്ട് അടിക്കുക. കണ്ണിന്റെ മുകളിലും ഇലന്റെ മുകളിലും ഉള്ള കംപ്ലീറ്റ് ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നുമില്ല, വെറും COC നമ്മളെ ഓഡോമിക്സ് നാട്ടിലെ, വേറെ ഒന്നുമില്ല. സംവിധാനം മോട്ടറാണ്, ഗവൺമെന്റിന്റെ മോട്ടറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം, വാട്സപ്പ് ചെയ്താൽ മതി. ചിലപ്പോൾ വിളിച്ചാൽ എടുക്കൂല. ഓക്കെ, ബൈ.